ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ പ്ലാൻ എന്നുള്ള ഒരാളാണെങ്കിൽ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡിന് പുതിയ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആദ്യം സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആകെ ഒരു വേരിയന്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ അത് ആക്ച്വലി രണ്ട് കാർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ഹയർ ലെവൽ കാർഡും ഒരു ലോവർ ലെവൽ കാർഡും, അതായത് എൻട്രി ലെവൽ കാർഡും ഒരു ആവറേജ് കാർഡുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ട് പേരിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. സ്വിഗ്ഗി HDFC ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡും സ്വിഗ്ഗി HDFC ഓറഞ്ച് ക്രെഡിറ്റ് കാർഡ് എന്നാണ് ഇപ്പോൾ വരാൻ പോകുന്ന കാർഡുകളുടെ പേര് വരുന്നത്. ഓറഞ്ച് ക്രെഡിറ്റ് കാർഡ് ഓൾമോസ്റ്റ് കാണാൻ നമ്മുടെ ഇപ്പോഴത്തെ ഓൾറെഡി ഉള്ള എൻ്റെ ഉണ്ട് കാർഡ്, ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ അൺബോക്സിങ് കാർഡിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ബ്ലാക്ക് കാർഡ് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതിൽ നമുക്ക് ആ പറഞ്ഞ പോലെ തന്നെ മറ്റത് എൻട്രി ലെവലാണ്, മറ്റത് ഒരു മീഡിയം കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ റിവാർഡ് സിസ്റ്റത്തിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ അതിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. കമന്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമന്റും പോകുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ആദ്യം തന്നെ ബ്ലാക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിതിൽ ക്ലിയർ ട്രിപ്പ് കൂടെ നിങ്ങൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാം. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് 19% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക് ഓൺ ഹോട്ടൽ ബുക്കിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലൈറ്റ് ബുക്കിംഗ് കിട്ടുന്നുണ്ട്. ക്ലിയർ ട്രിപ്പ് ത്രൂട്ടാണ്. പിന്നെ നൈക്ക ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് 5% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക് ഓൺ നൈക്ക ആപ്പാണ് കിട്ടുന്നുണ്ട്. ഇത് ബ്ലാക്ക് കാർഡിൻ്റെ കാര്യം പറയുന്നത്. പേടിഎം ബെനിഫിറ്റ് ആയിട്ട് 6% ഓഫും 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലൈറ്റ് ആൻഡ് ബസ്സസും കിട്ടുന്നുണ്ട് പേടിഎം ആപ്പ് കൂടെ. പിന്നെ നോർമൽ നമ്മുടെ സ്വിഗ്ഗിയിൽ 10% ക്യാഷ് ബാക്ക് നമുക്ക് ഫുഡ്, ഇൻസ്റ്റന്റ് വാട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ആമസോൺ ഒരു ഫ്രോഡ് വിളിച്ചു തുടങ്ങി. ഇത് തന്നെയാണ് സംഭവം, ഫ്രോഡുകളുടെ പൂരാണ്. ലോൺസും അങ്ങനെ വന്നിട്ടതാ ഒരു ഫ്രോഡ് കോൾ വന്നതാണ്. ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. പിന്നെ ഇപ്പോൾ ട്രൂ കോളർ ഇല്ലെങ്കിലും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. മറ്റേ പരിപാടി വന്നിട്ടുണ്ടല്ലോ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ. പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് മാത്രം. പക്ഷേ ട്രൂ കോളറിൽ പരസ്യം പറഞ്ഞ വേണ്ട നിങ്ങൾ, അത് പോട്ടെ. പിന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ക്യാഷ് ബാക്ക് വരുന്നുണ്ട് 5%, മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിൽ 4 5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കി അതർ സ്പെൻസിലും നമുക്ക് 1% ക്യാഷ് ബാക്ക് ആണ് വരുന്നത് കേട്ടോ. ക്യാഷ് ബാക്ക് ഗോസ് ഡയറക്ട്ലി ഇൻ ടു ദ കാർഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ റിഡീമും കാര്യങ്ങളും ചെയ്യുന്നത് കണ്ട. ഇതാണ് ബ്ലാക്ക് കാർഡിന്റെ ഫീച്ചർ, നല്ല ഫീച്ചറാണ്. ഇനി നമുക്ക് ഓറഞ്ച് കാർഡിലേക്ക് പോവാം. ഓറഞ്ച് കാർഡിൽ ക്ലിയർ ട്രിപ്പിൽ 19% ഓഫും 5% ക്യാഷ് ബാക്ക് ഓൺ ഹോട്ടൽ സെയിം ആണ്. 6% ക്യാഷ് ബാക്ക് ഓഫും 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലൈറ്റ്. നൈക്കയിൽ 5% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക് നൈക്ക ആപ്പിൽ. പേടിഎമ്മിലാകുമ്പോൾ 6% ഓഫ് 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലൈറ്റ് ആൻഡ് ബസ്സസ് ബുക്ക്ഡ് വിയ പേടിഎം. പിന്നെ സ്വിഗ്ഗിയിലാകുമ്പോൾ 5% ആകും, മറ്റു 10% ആകും. ഇത് 5% സ്വിഗ്ഗിയിൽ, ഇൻസ്റ്റാമാർട്ടിലും, ഫുഡിലൊക്കെ. പിന്നെ ബാക്കി സെയിം ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ 5% കിട്ടുന്നുണ്ട് ഓൺലൈൻ എക്സ്പെൻസിന്. പിന്നെ അതിന് 1% തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് വന്നിരിക്കുന്നത് സ്വിഗ്ഗി സ്പെൻസിലാണ് മെയിനായിട്ട് ഡിഫറൻസ് വന്നിരിക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഇതാണ് വന്നേക്കുന്ന സംഭവം കേട്ടോ. രണ്ട് കാർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഒരു ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആവും. നിങ്ങൾ ഓൾറെഡി സ്വിഗ്ഗി HDFC കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കുറേ പേർക്ക് അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി അവർക്ക് എന്താ അപ്ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഒരു കാർഡ് എൻട്രി ലെവൽ കാർഡും ഒരെണ്ണം മീഡിയം ലെവൽ, എനിക്ക് തോന്നുന്ന ഒരു 500 കാർഡും ഒരെണ്ണം വേണമെങ്കിൽ ഒരു 1500 കാർഡാവാൻ ചാൻസ്, ചിലപ്പോൾ 1000 അറിയും. ഓൾറെഡി നിങ്ങൾക്ക് കാർഡ് ചാർജബിൾ ആയിട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷൻസ് വരാൻ, രണ്ടുപേർക്കും ഓപ്ഷൻസ് വരും. പക്ഷെ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയവർക്ക് എന്താ അവസ്ഥ എന്ന് അവർ പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിൽ. നോർമലി ഇങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെ റെയറായിട്ട് സംഭവിക്കാറുള്ളൂ. എന്താ വെച്ചാൽ കാർഡ് മാറിയിട്ട്, ലൈഫ് ടൈം ഫ്രീ കാർഡ് മാറിയിട്ട് ഒന്നെങ്കിൽ അത് വേറൊരു കാർഡായിട്ട് വരും. അങ്ങനെ ആകുമ്പോൾ അത് പിന്നെയും ഏത് കാർഡായാലും ലൈഫ് ടൈം ഫ്രീ തന്നെ. പക്ഷേ ഇത് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് കാർഡ് എടുത്താലും ലൈഫ് ടൈം ഫ്രീ ഓഫർ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എൻട്രി ലെവൽ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. മറ്റേ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചാർജബിൾ, അങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയവർക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് ലൈഫ് ടൈം ഫ്രീ അല്ല, എൻ്റെ വൈഫിന് പക്ഷേ ലൈഫ് ടൈം ഫ്രീ ആയിരുന്നു. അപ്പോൾ അത് ഓപ്ഷൻസ് ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് സാധനം ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്ക് ഓപ്ഷൻസോ സംഭവം ഒന്നും വന്നിട്ടില്ല. വഴിയേ വരും കേട്ടോ. നിങ്ങളുടെ ആപ്പിൽ കൂടെ തന്നെ വരും, സ്വിഗ്ഗി ആപ്പിൽ കൂടെ തന്നെ വരും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത അപ്ഡേറ്റ്സ് ആണ്. 5% ആയാലും വലിയ മോശമൊന്നുമില്ല, എൻട്രി ലെവൽ കാർഡായാലും വലിയ മോശമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന 50% സ്വിഗ്ഗി സ്പെൻസിൽ പോവും. അത് പോക്കാണ്.
പറഞ്ഞിട്ടല്ലേ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി തന്നെയാണ്. അവർ ഓൾറെഡി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാ കാർഡിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസിലുണ്ട്. പക്ഷേ നോർമലി ലൈഫ് ടൈം ഫ്രീ കാർഡ് പിന്നെ അത് എന്താ പറയുക ചാർജബിൾ കാർഡായിട്ട് മാറാറില്ല. ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ നമ്മൾ പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാറാറുള്ളൂ, അല്ലാണ്ട് നോർമലി ഇങ്ങനെ വരാറില്ല കേട്ടോ. അതും ഈ ഒരു 2 കാർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി ഇത് ആക്ച്വലി ഞാൻ പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് ആണ്. നോർമലി അവർ എന്താ പറയുക കാർഡ് ഡി വാല്യൂ നോർമലി അങ്ങനെ ചെയ്യും. പക്ഷെ ഇത് കാർഡ് സ്പ്ലിറ്റ് ആക്കിയിട്ട് ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അപ്പോൾ മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എന്താ പറയുക ഇത് സ്വിഗ്ഗി വെച്ച് കാർഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് ബാക്സ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു കാർഡായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെന്റിലത്തെ കാർഡ് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് പരിപാടി മാറുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. എന്തായാലും സംശയം കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.